ഹലോ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്തോ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത് ഉണ്ണിനെ നല്ലോണം ഉറക്കിയിട്ടാണ് കേട്ടോ ഞാൻ കുളിക്കാനും പോയി ആണെങ്കിൽ വന്ന് നോക്കുമ്പോൾ അവൻ തൊട്ടിലിരുന്ന് ഇങ്ങനെ കടന്ന് കളിച്ചിട്ടിരുന്നു കേട്ടോ. എൻ്റെ റൂം ആകെ നാരിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. ഞാൻ കുളിച്ചിട്ട് വന്ന് കാണുമ്പോൾ ഉണ്ണി ഇങ്ങനെ തലകീഴായിട്ട് കിടന്നിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഉണ്ണിനെ എടുത്തിട്ട് അമ്മമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടോ. അമ്മമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് എനിക്ക് ഫുള്ളായിട്ട് പണിയുണ്ട്. അവിടേക്ക് അടിച്ച് വാരി തുടക്കലും റൂം ക്ലീൻ ചെയ്യണം കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഇന്ന് AC ഫിറ്റാക്കാനാ ആൾ വരുമെന്ന് പറഞ്ഞിരുന്നു വിനീതേട്ടൻ കാലത്ത് വിളിച്ചിട്ട്. അപ്പോൾ ഞാൻ വേഗം ഇവിടെ മാറ്റി വെച്ചിട്ടും അവിടെ ക്ലീൻ ചെയ്തിട്ട് അടിച്ച് തുടക്കാനായിട്ട് നോക്കി. ആകെ എൻ്റെ റൂം ഇങ്ങനെ ആയിരുന്നു. അത് ഫുള്ളായിട്ട് എടുത്തിട്ടും തുടച്ചിട്ടും ആ മാറ്റെല്ലാം ഉണ്ണിക്ക് എന്നെ തേപ്പിച്ചത് അതെല്ലാം എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ പേര് ഇപ്പോൾ കമൻറ്റ്സ് പറയുന്നത് വോയിസെല്ലാം ക്ലിയർ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ. വോയിസ് ക്ലിയർ ആയിട്ടില്ലാത്തത് ഞാൻ ഉണ്ണീനെ ഉറക്കിയിട്ട് അപ്പോൾ പതുക്കെ അവിടെ സംസാരിക്കും കേട്ടോ. അതിൻ്റെ കാരണമാണ് ഇനി ഞാൻ ക്ലിയർ ആയിട്ട് വരതുപോലെ ഇടാട്ടോ. പിന്നെ ആ പുതപ്പ് വെച്ചിട്ട് ഇതെല്ലാം എടുത്തിട്ട് വന്നിട്ട് ഞാൻ പുറത്ത് വെയിലത്ത് വെച്ചിട്ടു. നല്ല വെയിലാണ്, നിൽക്കാനും പറ്റില്ല, കാല് നല്ലോണം ചുടുണ്ട്. ഇത് വേറെ എവിടേക്ക് വെക്കാനും എനിക്കറിയില്ല. ആ സൈഡിലേക്ക് വെക്കാൻ പോണെങ്കിൽ അവിടെ അത്ര ഒന്നും വെയിലില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടേക്ക് വെക്കണ്ട ഈ സൈഡിലേക്ക് വെക്കാനും പറഞ്ഞിട്ട് ആ പുതപ്പും പിന്നെ ആ തലയണ എല്ലാം വെയിലത്ത് വെച്ചിട്ടോ. അത് വെച്ച് വിടുമ്പോൾ അവിടെ അടിക്കാനും സമ്മതിച്ചിട്ടില്ല, തുടക്കാനും സമ്മതിച്ചിട്ടില്ല കേട്ടോ. ഉണ്ണി എൻ്റെ അടുത്ത് വരാനെന്ന് പറഞ്ഞിട്ട് കറച്ചലോ ഇരുന്നു. അപ്പം അമ്മമ്മയുടെ അടുത്ത് ഇരുന്ന് ഞാൻ ഉണ്ണിനെ മേടിച്ചിട്ടോ. ഞാൻ മേടിച്ചിട്ട് വന്നിടുമ്പോൾ അവൻ എൻ്റെ മുകളിലേക്ക് കയറിയിട്ട് ഒരു കറച്ചില്ല കേട്ടോ. ഇപ്പോഴെല്ലാം എന്താ അറിയില്ല, ആകെ കൂടുതലായിട്ട് ഇപ്പോഴെല്ലാം കറയുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്യണം എനിക്കറിയില്ല. എൻ്റെ അടുത്ത് വന്ന് അപ്പോൾ കുറച്ച് നേരം സമാധാനമായിട്ടിരിക്കുന്നുണ്ട്, വീണ്ടും കറയുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട എൻ്റെ മിടിയെല്ലാം പിടിച്ച് വലിച്ചിട്ട് എങ്ങനെ റൗഡി ചെയ്തിട്ടുണ്ടെന്ന് ചേരി പറഞ്ഞിട്ട് അവൻ എങ്ങനെയാണെങ്കിലും സമാധാനം ചെയ്തിട്ട് ഞാൻ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് വേഗം ഇവിടെ അടിച്ച് വാരാൻ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടിച്ച് വാരൽ കളിഞ്ഞിടുമ്പോൾ AC നമുക്ക് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ മുകളിലത്തെ സാധനങ്ങളെ മാറ്റി വെക്കണം കേട്ടോ. അതിൻ്റെ കാരണം മുകളിൽ ആകെ എല്ലാ സാധനവും കിട്ടിയത് മൊത്തം മുകളിലേക്ക് അങ്ങനെ എടുത്തിടല്ലോ. അപ്പോൾ അതെല്ലാം ഈ ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അവിടെ സെറ്റാക്കാനായിട്ടാണ് കേട്ടോ നോക്കിയിട്ടിരുന്നു. അപ്പോൾ മുകളിലത്തെ എല്ലാ സാധനങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എടുത്തിട്ട് മാറ്റി വെച്ചിട്ടോ. അവിടെ 2 ബാഗ് ഉണ്ടല്ലോ, അത് മാത്രം മാറ്റിയിട്ടില്ല. അത് എന്താ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ വിട്ടിട്ടോ. പിന്നെ വേറെ എവിടേക്കാണെങ്കിലും വെക്കാൻ നോക്കുകയാണെങ്കിൽ എല്ലാ റൂമിലും ആകെ ഫുള്ളായിട്ടുണ്ട് അലമാരി അല്ല, അതിൻ്റെ മുകളിലത്തെ ഇതാണ് കേട്ടോ. അത് എന്തിട്ടാ പറയേണ്ട അറിയില്ല. അവിടെ വന്നിട്ട് ഇതിനെ അട്ടാലിയാണ് കേട്ടോ പറയും. ഇവിടെ എന്തിട്ടാ പറയേണ്ടത് എനിക്ക് അറിയില്ല. അപ്പോൾ ആ ബാഗിനെ എടുക്കാൻ നോക്കിയിട്ടോ ആണെങ്കിൽ അത് എനിക്ക് എടുത്തിട്ട് എവിടേക്ക് വെക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ വിട്ടുട്ടോ. പിന്നെ മുകളിലത്തെ വേറെ സാധനങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മാറ്റിയിട്ട് അവിടെ ഫുള്ളായിട്ട് അടിച്ചും തുടച്ചും ക്ലീൻ ചെയ്ത് വെച്ചു. സൈഡിലെ ക്ലീൻ ചെയ്ത് കളിഞ്ഞിടുമ്പോൾ ഈ സൈഡിലെ ഉണ്ണിയുടെ സാധനങ്ങളെല്ലാം ഇരുന്നിട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം എടുത്തിട്ട് അവിടെ അടിക്കണം നോക്കി. ആ പൊടിയെല്ലാം എനിക്ക് പട്ടിടുമ്പോൾ എനിക്കൊരു തുമ്പൽ നല്ലോണം വന്നിട്ടോ. അപ്പോൾ അലർജി ആകാണ്ടാണ് പറഞ്ഞിട്ടാണ് ഞാൻ മുഖത്ത് ഇത് കട്ടി. അപ്പോൾ അതെല്ലാം കട്ടി കളിഞ്ഞിട്ട് അവിടെ എല്ലാം അടിക്കുമ്പോൾ അത്ര പൊടി കിട്ടാം. അവിടെ ക്ലീൻ ചെയ്തിട്ട് കുറേ നാളായില്ലേ, അതിൻ്റെ കാരണം തോനെ പൊടിയും മാറോളും ഇരുന്നിട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നല്ലോണം അടിച്ച് ക്ലീൻ എല്ലാം ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ ഈ പെട്ടിയെല്ലാം എടുത്ത് മുകളിലേക്ക് വെച്ചിട്ടോ. അപ്പോൾ ഉണ്ണിയുടെ സാധനത്തെല്ലാം ആകെ പൊടി നിറഞ്ഞിരുന്നു. അതെല്ലാം നല്ലോണം അടിച്ചിട്ട് ആ പെട്ടിയിലെല്ലാം സെറ്റാക്കാണ് വെച്ചിട്ട് AC ഇപ്പോൾ വന്നല്ലേ ആ പെട്ടിയിൽ സെറ്റാക്കിയിട്ട് മുകളിൽ വെക്കാണ് എൻ്റെ പ്ലാൻ ഇരുന്നിട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം ചെയ്തിട്ടിരിക്കുമ്പോൾ ഇതോ AC ഫിറ്റ് ചെയ്യുന്ന ആൾ 2 പേര് വന്നിരുന്നു. അതിൻ്റെ കാരണം അതിൻ്റെ സാധനങ്ങളെല്ലാം അങ്ങനെ എടുത്ത് പുറത്ത് വെച്ചിട്ട് ഞാൻ ആ റൂം അവർക്ക് കൊടുത്തിട്ടോ. അപ്പോൾ അവർ മുകളിലേക്ക് കയറി നിൽക്കുന്നത് പോലെ ഏതെങ്കിലും സാധനം ഉണ്ടോ നോക്കി, ആണെങ്കിൽ ഏതും കിട്ടിയിട്ടില്ല. അതിൻ്റെ കാരണം ഊണ് മേശ ഉണ്ടല്ലോ, അത് എടുത്തിട്ട് അവിടേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കണ്ടിട്ട് അവർ കയറി. റൂമിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോവില്ല എന്ന് വിചാരിച്ചു. ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരു വഴിയായിട്ട് അവരിങ്ങനെ അങ്ങോട്ട് തിരിച്ചിട്ട് അവരെങ്ങനെയാണെങ്കിലും കൊണ്ടുപോയിട്ടോ. അത് നല്ല സൂക്ഷിച്ചിട്ട് എടുത്തിട്ട് പോയിട്ടോ. അപ്പോൾ അത് എടുത്തിട്ട് പോയി അവിടെ വെച്ചിട്ട് അവർ നല്ല സ്ട്രോങ് ആയിട്ട് നോക്കിയിട്ടാണ് കയറിയിട്ട് ഇവിടെയാണ് കേട്ടോ AC ഫിറ്റ് ചെയ്യാൻ നോക്കി. ഞാൻ സൈഡിൽ കൂടെ ഫിറ്റ് ചെയ്താൽ നന്നായിട്ടുണ്ടാവും നോക്കിയാണെങ്കിൽ അവിടെ വന്നിട്ട് കണക്ഷന് എടുക്കാൻ പറ്റില്ല, അവിടെ പൊളിച്ചെങ്കിൽ വൃത്തിക്കേടാവുമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവർ ഇവിടെ സെറ്റാക്കി. അപ്പോൾ ഇവിടേക്ക് അതെല്ലാം ഹോളെല്ലാം ഇട്ടിട്ട് അവർ കുറേ നേരം തിരിപ്പിടിച്ചിട്ടോ അതിലെ. പിന്നെ ആ മണ്ണെല്ലാം താഴെ വീഴുന്നെങ്കിൽ ഫുള്ളായിട്ട് പൊടിയാവണമാണ്. ആ അട്ട ബോക്സ് ഉണ്ടല്ലോ അത് അവിടേക്ക് വെച്ചിട്ടുണ്ടാവും. പിന്നെ ആ ശബ്ദം ഉണ്ണി പേടിക്കുമെന്ന് വിചാരിച്ചിട്ടോ ആണ്. അവൻ ഒന്നും പേടിച്ചിട്ടല്ല, ഒന്നുമില്ല.
ആ ഫുള്ളായിട്ട് അട്ട ബോക്സിൽ തന്നെ മണ്ണെല്ലാം വീഴുന്നു. അപ്പോൾ അവർ AC സെറ്റാക്കിയിട്ട് പിന്നിലെ ഫാനാണ് കേട്ടോ പുറത്ത് ഇരുന്നിട്ട് സെറ്റാക്കുന്നുണ്ട്. അപ്പം നല്ല വെയിലത്തിരുന്ന് പണിഞ്ഞു കേട്ടോ പാവം. അപ്പം അവർക്ക് വേഗം വെള്ളം കലക്കി തണുപ്പ് കുറച്ച് കുറവായിട്ട് ഇരുന്നിട്ടോ. അതിൻ്റെ കാരണമാണ് ഞാൻ അതിൽ ഐസ് ക്യൂബ് ഇട്ടു. പിന്നെ AC ഫ്യൂച്ചേഴ്സിലാണ് പറഞ്ഞു കൊടുത്തിട്ടാണ് പോയത്. അത് AI ഫ്യൂച്ചേഴ്സിലാണ് ഉണ്ട് കേട്ടോ. നമ്മൾക്ക് മൊബൈലിലിരുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാം എൻ്റെ മൊബൈലിൽ സെറ്റാക്കി കൊടുത്തിട്ട് അവർ പോയിട്ട് അവർ പോയിടുമ്പോൾ എനിക്ക് ഇവിടെ പണിയാ. അപ്പോൾ വേഗം ഉണ്ണിനെ അമ്മമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് ഇവിടെ ക്ലീൻ ചെയ്യാനാ നോക്കിയിട്ടോ. ആകെ നോക്കൂ, റൂം വൃത്തികേടായിട്ടോ. ജനലിൽ മൊത്തം പൊടി ആണെങ്കിൽ AC കണക്ഷൻ കൊടുത്തിട്ടില്ല കേട്ടോ. അത് ഇലക്ട്രീഷ്യന്മാർ തന്നെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉണ്ണിനെ ഈ റൂമിലെ കടത്തിട്ടോ. അവൻ നല്ലോണം ഉറങ്ങി. ഇവിടെ ഫീഡ് ചെയ്തിട്ട് അങ്ങനെ അവനെ ഉണ്ണിനെ കടത്തിട്ട് അമ്മമ്മയെ അവിടെ കടത്തിട്ടോ. അപ്പോൾ ഈ പെട്ടിയെല്ലാം സാധനങ്ങളെല്ലാം അതിലിട്ടിട്ട് മുകളിലേക്ക് എടുത്ത് വെക്കാനാണ് ഞങ്ങൾ നോക്കി. അപ്പോൾ ഇങ്ങനെ സൈഡായിട്ട് വെച്ചെങ്കിൽ അത് താഴ്ത്ത് വില്ലില്ല. പിന്നെ അത് ഒരു കുഴപ്പവും ഇല്ലാതെ അങ്ങനെ ഇരുന്നോളും കേട്ടോ. അപ്പോൾ വേഗം അത് സാധനങ്ങളെ എടുത്തിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ഫിറ്റാക്കുന്നത് പോലെ നല്ലോണം സെറ്റാക്കി വെച്ചിട്ടോ. ആണെങ്കിൽ ആ ബാഗ് രണ്ടാട്ടോ ഇരിക്കുന്നത് എനിക്കൊരു ഇതായിട്ടായിരുന്നു. അപ്പോൾ അത് ഏത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടിട്ടോ. പിന്നെ ഞാൻ ആ ചൂളി എടുത്തിട്ട് അവിടെ അടിക്കരുത് എല്ലാം ചെയ്തിട്ടോ. പിന്നെ വീട് ഫുള്ളായിട്ട് അടിച്ച് കളഞ്ഞിട്ട് ഞാൻ മൊത്തം തുടച്ചിട്ടില്ലെങ്കിലോ ഇതായിട്ട് മണ്ണായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ വേഗം തുടച്ചു. പൊടി വീട് ഫുള്ളായിട്ട് ഇരുന്നിട്ടോ. അപ്പോൾ ഇതെല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് പാപ്പൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അവിടെ മീൻ വളർത്താൻ വേണ്ടിയിട്ട് കുളം കുത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കാരണം ഞങ്ങൾ അവിടേക്ക് പോയിട്ട് വരാണ് പോയിട്ടോ. ഈ മൊന്തിയെ കൂടെ പുറത്തേക്ക് എനിക്ക് നല്ല പേടിയിരുന്നു. ആണെങ്കിൽ വെയിൽ കാരണം ഒരു പൂച്ചു പ്രാണിയോ അട്ടയോ ഇതും ഇല്ല കേട്ടോ. അതിൻ്റെ കാരണം ധൈര്യമായിട്ട് പോയിട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ അവിടേക്ക് പോയിടുമ്പോൾ ഞങ്ങൾ ആദ്യം കണ്ടത് അച്ചമ്മയാണ് കേട്ടോ. അപ്പോൾ അച്ചമ്മയെ കണ്ടിടുമ്പോൾ ഇതോ മാളു ഞങ്ങളെ കണ്ടിട്ട് മാളും മേമയും കൂടിയിട്ട് ഓടി വന്നിട്ടോ. മേമ ഓടി പോയിട്ട് ഉണ്ണിനെ മേടിച്ചു പൊന്നാണ് പറഞ്ഞിട്ട്. അവിടേക്ക് വരാൻ അവർക്ക് സമയമില്ല. ഇവിടെ വീട്ടിലെ പണി തൊഴുത്തും ഇതെല്ലാം കൂടിയിട്ട് കുറേ പണിട്ടോ. അപ്പോൾ മേമ അവിടേക്ക് ഞങ്ങൾ പോയത് കണ്ടതോ നല്ലോണം ഹാപ്പിയായി. പിന്നെ ഉണ്ണിനെ മേടിച്ചിട്ടോ. ഉണ്ണി മേടിച്ചത് ഇവരെല്ലാം പുതിയ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ യാരെടുത്ത് അത്ര മുണ്ടിട്ടില്ല, ചിരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ മാളും അച്ചമ്മയും മേമയും കൂടിയിട്ട് മാറി എടുത്തിട്ടോ. ആണെങ്കിലും അവൻ ചിരിച്ചിട്ടില്ല. പിന്നെ ആ പൂ കാണിച്ചു കൊടുത്തിടുമ്പോൾ അവൻ അത് പൊട്ടിച്ച് വായിലിടാനായിട്ട് നോക്കുന്നുണ്ട്. അവനിക്ക് ഏത് സാധനം കിട്ടിയെങ്കിലും അവൻ വായിലിടും കേട്ടോ. അപ്പോൾ ഇത് പൊട്ടിക്കാനാണ് പിടിച്ച് വലിക്കുന്നുണ്ട്. ആണെങ്കിലും അത് സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ. അവൻ കയ്യിലേക്ക് കിട്ടണേ ഇല്ല. എങ്ങനെയാണെങ്കിലും ലാസ്റ്റായിട്ട് അത് അവൻ പൊട്ടിക്കാനാണ് നോക്കിട്ടോ. പിന്നെ മാലും എടുത്തിട്ട് കുറേ നേരം ഇങ്ങനെ ചിരിപ്പ് കാട്ടുമ്പോൾ ഇത് അച്ചമ്മ ചിരിപ്പ് കാട്ടുമ്പോൾ അവൻ അത്ര ഒന്നും ചിരിക്കണേ ഇല്ല. ആണെങ്കിലും അവനക്ക് ചിരി വരുന്നുണ്ട്. ആണെങ്കിലും കൺട്രോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണെങ്കിലും ഒരു വഴിയായിട്ട് ആ പൂ പൊട്ടിച്ച് വായിലിടാൻ നോക്കി. പിന്നെ ആ ഉണ്ണിനെ മാലും എടുത്ത് കൊടുത്തിട്ട് ഞങ്ങൾ കുളം നോക്കാനാണ് പോയിട്ടും. കുളം നോക്കാനാണ് പോകുമ്പോൾ ഇത് കുളം മാന്തിയ മണ്ണ് ഫുള്ളായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അവിടേക്ക് പോകുന്ന വഴിയെല്ലാം ബ്ലോക്കാണ്. അപ്പോൾ ഈ സൈഡ് കൂടെ അവിടെ മരം പിടിച്ചിട്ടാണ് ഇറങ്ങുന്നുണ്ട്. എന്നെ ഇങ്ങനെയാണ് ഇറങ്ങാൻ പറ്റും പറഞ്ഞു. എനിക്ക് പേടിയിരുന്നു. ആണെങ്കിലും മേമ കയ്യെ പിടിച്ചിട്ട് ഇറക്കിട്ടോ. ഞങ്ങൾ അതോ അവിടേക്ക് ബ്ലൂ കളറായിട്ട് കാണുന്നുണ്ടല്ലോ, അവിടെയാണ് കുളം. അവിടെ വന്നിട്ട് ആ മീൻ വന്നിട്ട് അങ്ങനെ ഇടുമ്പോൾ പറവയെല്ലാം വന്നിട്ട് അത് കൊത്തി കൊണ്ടുപോകും കേട്ടോ. അതിൻ്റെ കാരണമാണ് അവിടെ ഫുള്ളായിട്ട് വലയെല്ലാം വെച്ചിട്ട് മീനിടാണ് അവർ പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ മീനിനെ നോക്കണമെന്ന് കേട്ടോ. നോക്കിയിട്ടില്ല. അവിടെ കാണുന്നില്ല പാടം നമ്മളെ അന്നലെ പോയത്. ഇതിക്ക് മുന്നത്തെ വീഡിയോയിൽ നൈറ്റ് ഉണ്ടാവും കേട്ടോ. ആ പാടമാണ് അത്. അതിൻ്റെ കൂടെ ഒപ്പം പറഞ്ഞത് സൈഡാണ് കേട്ടോ ഇതും. അപ്പം ഈ ബാക്കിയുള്ള സൈഡിക്കും വല ഇട്ടിട്ടാണ് മീൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇടണമെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത് കണ്ടതും എന്തോ ഈ ചേട്ടനും വന്നിട്ട് അവിടെ കുളം കണ്ടു. കുളം എല്ലാം കണ്ടിട്ട് പിന്നെ ഞങ്ങൾ വന്നിട്ടോ. നല്ല ആഴമായിട്ടുണ്ട് കുളം. അത് വന്നിട്ട് ഫുള്ള് നല്ല വലിയതാ. മീൻ എവിടേക്ക് ചാടി പോകാൻ പറ്റില്ല അങ്ങനെ ഇരുന്നിട്ടോ. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് എന്തോ ഇവിടേക്ക് വരുമ്പോൾ വലിയ ആൾ പോലെ ഉണ്ണി ആ ചേറിൽ ഇരുന്നിട്ട് കളിച്ചിട്ട് ഇരുന്നിട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് വേഗം ഇറങ്ങാനാണ് കേട്ടോ നോക്കുന്നുണ്ട്. ഞങ്ങളും വരാൻ പോയത് സമയം 5:30 കഴിഞ്ഞു കേട്ടോ. വിളക്ക് ഇപ്പോൾ കത്തിക്കാനോ നേരമായി. പിന്നെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ നീലാമ്പടി കണ്ണുപിടി കാട്ടാനും തുടങ്ങി. അതിൻ്റെ കാരണം അവിടെ ഇരുന്ന് വേഗം പോകാൻ പറഞ്ഞിട്ട് കുളമെല്ലാം കണ്ടിട്ട് പോകാൻ നിന്നിട്ടോ. ആണെങ്കിൽ അവിടെ ഇരുന്ന് 4 വിളി വന്നു. വേഗമായോ എന്ന് പറഞ്ഞിട്ടോ. പിന്നെ വേറെ ആരോ വന്നിരുന്നു പറഞ്ഞിട്ട് വിളിച്ചിട്ടോ. അതിൻ്റെ കാരണം ചേരിന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം അവിടെ ഇരുന്ന് ഇറങ്ങാൻ നോക്കിട്ടോ. ഉണ്ണി അതിൻ്റെ ഉള്ളിലേക്ക് വാശി അവൻ്റെ കുറച്ച് തുടങ്ങിട്ടോ, അവൻ്റെ കുറുമ്പ്. അപ്പോൾ മേമ ആ സൈഡിലേക്ക് എടുത്തിട്ട് നടക്കാനോ പോയതാ. ഞങ്ങൾ വീട്ടിലേക്ക് പോയി വേഗം എത്താന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ണിനെ മേടിച്ചിട്ട് വന്നിട്ടോ. വീട്ടിലേക്ക് വന്നിടുമ്പോൾ അമ്മമ്മയുടെ മോന്താ നോക്കണമല്ലോ. ഈ സൈഡിൽ കൂടെ അങ്ങനെയേ
തിരിഞ്ഞിട്ട് അത് പാട്ടിക്ക് അടക്ക എങ്ങനെയും പൊളിച്ചിട്ട് ഇരുന്നിട്ടോ. എങ്ങനെയാണെങ്കിലും അത് മുണ്ടാതെ ഇരിക്കില്ല. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കണത് കണ്ട ആ നോട്ടം അങ്ങനെ നോക്കിയിട്ട് ഞാൻ വിളിക്കണ്ട് ആണെങ്കിലും അത് മുണ്ടുന്നില്ല. ഇങ്ങനെ അതിക്ക് പാട്ടൊക്കെ ഉക്കാന്ന് നോണ്ടിയിട്ട് ഇരുന്നിട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ട എന്താണ് പറഞ്ഞോ. ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ ടാറ്റാ.